ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഒരു കുഞ്ഞു ഉച്ചയൂണിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാമല്ലേ. അപ്പോൾ ഇതേ സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പ്രഭാതവും കണ്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ പതിവ് പോലെ തന്നെ ആദ്യമേ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ഞാൻ റാഗി ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് റാഗിക്ക് ഒരു 1/4 ഗ്ലാസോളം ഉഴുന്നും ഒരു പിടി ഒരു സ്പൂൺ 1.5 സ്പൂണോളം ഉണ്ടാവും, വലിയ സ്പൂൺ കൊണ്ട് അവിലും എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അതും നന്നായി കുതിർത്തി തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം അതിലേക്ക് നാളികേര ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ കുറച്ച് നേരം ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നെ അത് കഴുകി ഇടാറ് കേട്ടോ. ഒപ്പം തന്നെ അതേ ഇഡ്ഡലിക്കുള്ള വെള്ളവും വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അരി. അപ്പോൾ കുറച്ച് നേരം ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് പിന്നെ അത് നന്നായിട്ട് കഴുകിയിട്ട് അരിയൊക്കെ ഇട്ടതിന് ശേഷം ദേ നമ്മൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് നന്നായി പുരട്ടി അത് മാവ് ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് വല്ലാണ്ട് എന്നും ഇഡ്ഡലിക്ക് അരച്ച് വെക്കുമ്പോൾ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടാവും. ഇന്ന് അത്രയ്ക്കൊന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ച് ഇനി ഇത് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ. ഇപ്പോൾ ഇഡ്ഡലിയും ദോശയും അതുപോലെ അപ്പമൊക്കെ ഉണ്ടാക്കൽ കുറവാണ്. ഇപ്പോൾ നല്ല തണവായതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമ്മുടെ മാവ് അങ്ങോട്ട് സെറ്റായിട്ട് വരില്ല. അപ്പോൾ പിന്നെ ഒന്ന് കുറച്ച് ദിവസമൊക്കെ ഒന്ന് വെച്ചായിരിക്കുമായിരുന്നു. പിന്നെ എന്നും ഈ അരിപ്പൊടി മാത്രമായപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടി അരച്ച് ഒരു വലിയ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് മൂടി വെച്ചിട്ടൊക്കെയാണ് ഒന്ന് ഏകദേശം ഒരു സെറ്റായി വന്നത് മാവ്. അപ്പം നമ്മളത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സെറ്റ് ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പം മൊത്തത്തിലുള്ള നാളികേരം ചെരുകി വെച്ച് കുറച്ച് ചട്നിക്ക് ആവശ്യമുള്ളത് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു ബൗളിലാക്കി അടച്ചു വയ്ക്കും. അപ്പോൾ കറിക്കുള്ളതും ഒക്കെ ആയി ഒരു ദിവസത്തിനുള്ള മൊത്തത്തിലുള്ള നാളികേരം കൊണ്ട് ചെരുകി വയ്ക്കും. അപ്പോൾ ചട്നി വറ്റൽമുളക് ഒന്ന് ചെറുതായി ഗ്യാസ് വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കും. അപ്പോൾ ചുട്ടെടുത്ത വറ്റൽമുളകും ചെറിയുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും ചെറിയ കഷ്ണം പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് ചുറ്റിച്ച് അത് ചട്നിയിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കടുകും കറിവേപ്പിലയും മൂപ്പിച്ച് താളിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇഡ്ഡലിയും ഒക്കെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും അത്ര കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ
ഇതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെയും പിന്നെ കഴിച്ചതിൻ്റെയും ഒക്കെ കൂടിയുള്ള പാത്രങ്ങൾ. അപ്പോൾ അതൊന്ന് കഴുകി വെച്ചിട്ട് വേണം പിന്നെ ഉച്ചക്കലത്തേക്കായിട്ടുള്ള കറികൾ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് ഇന്ന് ഒഴിച്ചുകറിയായിട്ട് കടച്ചക്കയാണ്. കടച്ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടച്ചക്ക വറുത്തരച്ചുള്ള കടച്ചക്ക കറിയാണ് ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിപ്പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ കാണാറില്ല ഉള്ളിപ്പൂവ്. അപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് നമ്മൾ ഇവിടെ സഫാരി മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് കിട്ടിയിട്ടാ. അപ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ട് ഉള്ളിപ്പൂവിന്. അതൊരു 2-3 വട്ടമായിട്ടാണ് ഞങ്ങൾ കറി വെച്ചുള്ളത്. 1-2 വട്ടം മുന്നേ കറി വെച്ചു, തോരനും ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇനി അതിൽ കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് ഇന്നൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കടച്ചക്ക തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒന്ന് വറുത്തരയ്ക്കാനായിട്ട് നാളികേരം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഒരു ഏകദേശം ഒരു അരമുറിയോളം നാളികേരം, 2-3-4 പിടി നാളികേരം എടുത്തിട്ടുണ്ട്. കുറച്ചധികം വേണ്ട, ഒരു ഇത്തിരി ചാറോട് കൂടിയിട്ടല്ല കറി വയ്ക്കുക. അപ്പോൾ നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയും 2 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ 2 സ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് കുരുമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ചെറിയ തീയിൽ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നാളികേരമൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് പൊടികൾ ഇടുന്നു. ഒരു 1-1.5 സ്പൂണോളം മുളക് പൊടിയും, ഒരു 3 സ്പൂണോളം മല്ലിപ്പൊടിയും, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതും കൂടി ഇട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നാളികേരമൊക്കെ വറുത്ത് വെച്ചുള്ളത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒട്ടും വെള്ളമില്ലാണ്ട് നല്ലോണം ഒന്ന് ഒരുവിധം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മൾ കടച്ചക്കൊക്കെ ഒന്ന് കഴുകി മൺചട്ടിയിലേക്കിട്ട് അതിലേക്ക് 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ അരച്ചു വെച്ച അരപ്പ് അതിലേക്കിട്ടു. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ചൂടുവെള്ളം കൂടി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ കറി ഒന്ന് നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഉണ്ടാവും ഗരം മസാല, ചെറിയ സ്പൂൺ കൊണ്ട് ഏകദേശം 1/2 സ്പൂണോളം ഗരം മസാല കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ അതേ അപ്പോഴേക്കും ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഒന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതേ കുറച്ച് മാത്രമേ ഉള്ളൂ ഉള്ളിപ്പൂവ്. അപ്പം അത് ഒന്ന് കുറച്ച് നാളികേരമൊക്കെ ഇട്ടൊന്ന് തോരൻ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചൊന്ന് നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നല്ല നീളത്തിലാണ്, അത് ഞാൻ പകുതി കട്ട് ചെയ്തിട്ടാണ് കഴുകിയെടുത്തത് കേട്ടോ. അപ്പോൾ നന്നായി കഴുകി അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ഇതേ പാനിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലും മൂപ്പിച്ച് ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ കറി താളിച്ചെടുത്തിട്ട് പിന്നെ ആ കറിയിൽ നിന്ന് കുറച്ചെടുത്ത് ആ താളിച്ച പാനിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ച് അത് വീണ്ടും കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേ തോരൻ വയ്ക്കാനായിട്ട് പാൻ വെച്ച് അതിലേക്ക് ആദ്യം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന ഉള്ളിപ്പൂവ് ഒട്ടും വെള്ളമില്ലാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നന്നായി കഴുകിയിട്ടാണ് അരിഞ്ഞെടുത്തത്. പിന്നെ ഒന്നും കൂടി ഒന്ന് കഴുകി ഞാൻ കുറച്ച് ഒരു അരിപ്പയിൽ ഒന്ന് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊട്ടും വെള്ളമില്ലാണ്ട് ഇതേ നമ്മൾ പാനിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വാടി വരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 പിടി നാളികേരവും
ഒരു എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. ഒറ്റയടി അടിച്ചെടുത്താൽ മതി. അപ്പം അത് ഇതേ നമ്മൾ ഉള്ളിപ്പൂവിലേക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു ഉള്ളിപ്പൂവൊക്കെ. അപ്പം അതിലേക്ക് ഇട്ടു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. ചെറിയ തീയിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് കൂടി ഒന്ന് വെച്ചു. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേ കുറച്ച് പപ്പടവും കൊണ്ടാട്ടവും ഒക്കെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഉച്ചയൂണ് കറികളൊക്കെ റെഡിയാവും കേട്ടോ. അപ്പം ഇതേ കൊണ്ടാട്ടം നോക്കിയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു 3-4 എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ എന്തേ കുറച്ച് പപ്പടം കൂടി ഒന്ന് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് അപ്പം അതും കൂടി ഒന്ന് വറുത്തെടുക്കണ്ട കേട്ടോ. അപ്പം ഈ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് എള്ള് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എള്ള് വാങ്ങിച്ച് 1/2 കിലോനോ 1 കിലോനൊക്കെ ആയിട്ട് എള്ള് വാങ്ങിച്ചിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കും. എന്നിട്ടത് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതുമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്, പിള്ളേർക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ അത് കഴിക്കാനായിട്ട്. പിന്നെ കുട്ടികൾക്കിത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെ എള്ളുണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരത് കഴിച്ചോളും. അപ്പം ഞാൻ നന്നായി കഴുകി. അപ്പോൾ എള്ളിൽ നല്ലോണം മണ്ണുണ്ടാവും. അതേ നന്നായി കഴുകി നമ്മളിത് ഒരു മൂടിയിൽ തന്നെയാണ് ഞാൻ വെക്കണത്. അതിലേക്ക് ഒന്ന് പരത്തി കൊടുത്ത് അതൊന്ന് ഉണക്കാനായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ 1 കിലോനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കും. അപ്പോൾ 1-2 ദിവസമെങ്കിലും ഇതൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇപ്പം അങ്ങനെ വലിയതായിട്ട് വെയിലൊന്നും ഇല്ലാത്ത കാരണം 1-2 ദിവസം ഇതൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പം അത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ അപ്പുറത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ കട്ടിയായിട്ടേ ഒട്ടും കിട്ടില്ല ചില സമയത്ത്. അപ്പോൾ കാലത്ത് ഇത്തിരി വെയിൽ വരുമ്പോൾ അതൊന്ന് പുറത്ത് കൊണ്ടുവച്ചാൽ ഒന്ന് കറിയൊക്കെ കാച്ചുമ്പോഴേക്കും ഒഴിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ വെയിലത്ത് വെച്ചിട്ട് കുറച്ച് അതിൽ നിന്നെടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി ഒന്ന് വെയിൽ എടുത്തൊന്ന് ഉരുകിയിട്ട് വേണം ബാക്കിയുള്ളതും കൂടി ഒന്ന് ഒഴിച്ച് വെക്കാനായിട്ട്. പിന്നെ ഇത് നമ്മുടെ പതിവ് പണികൾ, ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കാറ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ഇവിടെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ വയ്ക്കുക, തക്കാളിയും പയറും ഒക്കെ വയ്ക്കുക ഈ സമയത്താണ്. പിന്നെ ഒരു ജൂൺ ഒക്കെ ആകുമ്പോഴേക്കും ഇതൊക്കെ പോവും. നല്ല ചൂടാകുമ്പോൾ പിന്നെ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല, വലിയ ചെടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ പോവും. അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി പിന്നെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ദേ നല്ല കുത്തരി ചോറുണ്ട്, അതിലേക്ക് നല്ല മാങ്ങ അച്ചാറുണ്ട്, പപ്പടം വറുത്തതും കൊണ്ടാട്ടമുളകും പിന്നെ നമ്മുടെ ഉള്ളിപ്പൂ തോരനും ഒഴിച്ചു കറിയല്ല കടച്ചക്ക വറുത്തരച്ച കറി. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.